ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഈ പകൽക്കാലം, ഈ രാത്രികാലം ഞാൻ പകൽക്കാലം സോറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ശനിയാഴ്ച രാവിലെ ആയതേ ഉള്ളൂ. അപ്പൊ എന്റെ പ്രഭാഷണത്തിൽ ഞാൻ അറിയാതെ പകൽക്കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ പകൽക്കാലം ആയതുകൊണ്ടാണ് ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇൻ ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പിനായി എന്നെ നടത്തുന്ന ദാസന്മാര് അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ രാത്രികാലം നമ്മളോടൊപ്പം വർഷിപ്പ് ലീഡ് ചെയ്ത പാസ്റ്റർ സാമാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പല സൂം പ്ലാറ്റ്ഫോമുകളിൽ ശുശ്രൂഷിക്കുവാൻ കർത്താവ് തന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് ഒരിക്കൽ വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഒരുമിച്ച് പാടി ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറസാന്നിധ്യത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയല്ലോ. അതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകളെ ഈ ഇൻ ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മിനിസ്ട്രിയിലൂടെ അത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. മുമ്പ് ഒരു പ്രാവശ്യം ഈ ലൈറ്റിൽ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കടന്നു വന്ന് നിങ്ങളെല്ലാം കാണുവാൻ, ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാൻ കർത്താവ് ജീവിതത്തിൽ തന്ന വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രികാലം അല്പസമയത്തെ ചിന്തയ്ക്കായി കർത്താവിന്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്തയുണ്ട് നിങ്ങളുമായിട്ട് കൈമാറുവാൻ ആഗ്രഹിക്കുന്നതിന് ആധാരമായ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 3 വരെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള ചില ചിന്തകളാണ് ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അഗ്നിജാലം പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഈ ഭാഗം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ സഭയുടെ ഫൗണ്ടേഷൻ, സഭയുടെ തുടക്കത്തിന്റെ ദിവസമാണിത്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. കർത്താവ് സ്വർഗത്തിലേക്ക് കയറിയപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് യെരൂശലേം വിട്ടു പോകരുത്, നിങ്ങൾ ഇവിടെ കാത്തിരിക്കണം. നിങ്ങൾക്ക് ഒരു കാര്യസ്ഥനെ ഞാൻ അയക്കും. ആ കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ട് നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം അവർക്ക് കൊടുത്തു. ആ വാഗ്ദത്ത പ്രകാരം ഇവർ ഒരുമിച്ച് ഒരു മാളിക മുറിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. യെരൂശലേം സന്ദർശിച്ച ആൾക്കാരോട് ഞാൻ ചോദിച്ചു, ഈ മാളിക മുറി പോയി കണ്ടവരുണ്ട്? ഞാൻ അവരോട് ചോദിച്ചു, ഈ മാളിക മുറി യെരൂശലേം ദേവാലയത്തിൽ നിന്ന് എത്ര ദൂരത്താണ്? ഈ മാളിക മുറിക്കകത്ത് 120 പേർക്ക് കൂടിയിരിക്കുവാൻ തക്ക സ്ഥലമുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പോയി കണ്ടു. ഈ മാളിക മുറി ഈ 120 പേര് കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറച്ച ആ മുറി അത് അതുപോലെയല്ല, അത് കാലഹരണപ്പെട്ടു. അത് അതിന്റെ ഒരു റീമോഡലിംഗ് ഒക്കെ വെച്ച് അതിന്റെ ആ ലൊക്കേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞ് ആ മുറിയിൽ നിന്ന് ആലയത്തിലേക്ക്, യെരൂശലേം ദേവാലയത്തിലേക്ക് ഏകദേശം അരമണിക്കൂറോളം യാത്ര ചെയ്തെങ്കിലേ ആലയത്തിൽ എത്തത്തുള്ളൂ. അപ്പൊ ആലയത്തിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ ദൂരെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു മുറിയാണ്. ആ മുറിക്കകത്ത് ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് അവിടെ കൂടിയിരിക്കുകയാണ്. അവരവിടെ പ്രാർത്ഥിക്കുവാണോ, ചായ കുടിക്കുവാണോ, വർത്തമാനം പറയുവാണോ എന്നൊന്നും എഴുതിയിട്ടില്ല. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക. ഒരു കാര്യമുണ്ട്, അവരുടെ അകത്തെല്ലാം ഒരു കൂടിവരവുണ്ട്, ഒരു ഒരുമയുണ്ട്. അവരെല്ലാം ഒറ്റക്കെട്ടോടെ ഐക്യമത്യത്തോടെ ഒരുമിച്ച് കൂടിയിരിക്കുക. രണ്ടാമത്തെ ഒരു പ്രത്യേകത അവിടെ എഴുതിയിരിക്കുന്നത് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്താണ് പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ അർത്ഥം? നമ്മൾ പലപ്പോഴും പറയും പെന്തക്കോസ്ത് വിഭാഗം, അങ്ങനെയൊക്കെ ഒരു പേര് പറയും. പക്ഷെ പലർക്കും ആ പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ചിലപ്പം ബുദ്ധിമുട്ടാണ്. നമുക്ക് തന്നെ നമ്മൾ പെന്തക്കോസ്തുകാരാണെന്ന് അഭിമാനിക്കും. പക്ഷെ പെട്ടെന്ന് ചോദിച്ചാൽ എന്താ ഈ പെന്തക്കോസ്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു നിമിഷം ഒന്ന് സ്റ്റക്ക് ആവും, അല്ലെ? എന്താ പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ അർത്ഥം? പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ അർത്ഥം 50-ാം നാൾ, 50th ഡേ എന്നാണ് അതിന്റെ അർത്ഥം. 50-ാം നാൾ എന്നാണ് പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഈ 50-ാം നാളിനൊരു പ്രത്യേകതയുണ്ട്. ഈ പെന്തക്കോസ്ത് നാളിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദന് പ്രധാനമായും 7 ഉത്സവങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഉത്സവമുണ്ട് അൺലീവൻഡ്, ഫെസ്റ്റിവൽ ഓഫ് അൺലീവൻ ബ്രെഡ്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ ആ സമയത്താണ് ഇവർക്ക് എന്ത് നടക്കുന്നതെന്ന് അറിയാമോ? യഹൂദന് പെസഹ പെരുന്നാൾ നടക്കുന്നത്. അപ്പൊ പെസഹ പെരുന്നാള് യഹൂദനെ സംബന്ധിച്ചിടത്തോളം മിസ്രൈമിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്നതിന്റെ
ഓർമ്മ പുതുക്കുവാൻ വേണ്ടി വളരെ തിടുക്കത്തിൽ പുളിപ്പില്ലാത്ത അപ്പം പുളിപ്പിക്കാതെ ഒരു തരി പോലും ഈസ്റ്റ് ഇടാതെ യഹൂദൻ എന്ത് ചെയ്യും? പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി കഴിക്കും. ഈ കഴിഞ്ഞ ഒരു മാസക്കാലം ആക്ച്വലി പെന്തക്കോസ്തിന്റെ നാളെ വരുന്നുണ്ട്, ഈ ദിവസങ്ങളിലാണ് വരുന്നത്. നമുക്കറിയാം ഈ ലോകത്തിൽ മുഴുവൻ ഈസ്റ്ററും ദുഃഖവെള്ളിയും പെസഹായും ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ ആൾക്കാർ പലപ്പോഴും പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി അതിന്റെ മുകളില് പിന്നെ ഓല കൊണ്ട് ഈ കുരിശൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ വരയ്ക്കുമ്പോൾ ഇതിന്റെ ആഴങ്ങളും അർത്ഥങ്ങളും മനസ്സിലാവുന്നില്ല. യഹൂദനെ സംബന്ധിച്ചിടത്തോളം പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസം ആചരിക്കണം. 7 ദിവസം ആചരിക്കുന്നത് കഴിഞ്ഞിട്ടാണ് എന്ത്? പെസഹ പെരുന്നാൾ വരുന്നത്. ഇപ്പൊ 7 ദിവസം ഫെസ്റ്റിവൽ ഓഫ് അൺലീവൻ ബ്രെഡ്, അതായത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ യഹൂദൻ ആചരിക്കുമ്പോൾ യഹൂദൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? വീട് മുഴുവൻ അടിച്ചു വാരി വീടിനകത്തെങ്ങും ഒരു തരി പോലും പുളിപ്പ് കാണാൻ പാടില്ല, ഒരു തരി പോലും ഈസ്റ്റ്. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ ഭാഷ പറഞ്ഞ പുളിപ്പിക്കാൻ വെക്കുന്ന ഒരു ഒറ കൂടാൻ പാടില്ല, ഈസ്റ്റ് വെക്കാൻ പാടില്ല, പിന്നെ തേങ്ങാവെള്ളം പഞ്ചസാര ഇട്ട് കലക്കി വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ അപ്പത്തിന് പുളിപ്പിക്കാൻ വെക്കുന്ന ഒരു സാധനം വീട്ടിൽ കാണാൻ പാടില്ല. യഹൂദനെ സംബന്ധിച്ചിടത്തോളം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇത് മുഴുവൻ, ഈ പുളിപ്പ് മുഴുവൻ അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ട് ശേഷമാണ് യഹൂദൻ എന്തോ ആചരിക്കുന്നത്? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആചരിക്കുന്നത്. അതിന്റെ അവസാനമാണ് അവൻ എന്താചരിക്കുന്നത്? യഹൂദൻ പെസഹ പെരുന്നാൾ ആചരിക്കും. ഹല്ലേലൂയ! ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു കുഞ്ഞാടിനെ അറുത്ത് കുഞ്ഞാടിന്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പെരട്ടി എന്നതിന്റെ ഓർമ്മയായി യഹൂദൻ എന്ത് ചെയ്യുമെന്നറിയാമോ? പെസഹ പെരുന്നാൾ ആചരിക്കും. പെസഹ പെരുന്നാൾ കഴിഞ്ഞിട്ട് അതിന്റെ ആ ശബത്ത് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ആദ്യഫല പെരുന്നാൾ. അവരുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. അവരുടെ ആദ്യഫല പെരുന്നാളിന് അവരെന്ത് ചെയ്യും? ആദ്യം അവർ യവമാണ് കൊയ്യുന്നത്. യവക്കൊയ്ത്ത്, ബാർലിയാണ് യഹൂദൻ കൊയ്യുന്നത്. ആദ്യം കൊയ്യുന്ന ബാർലി കൊയ്തുകൊണ്ട് അതിനകത്തിൽ ഒരു കതിരെടുത്തോണ്ട്, ഒരു നീരാഞ്ജന കതിര് എടുത്തുകൊണ്ട് യഹൂദൻ ആലയത്തിലേക്ക് വരും. ആലയത്തിൽ വന്ന് പുരോഹിതന്റെ കയ്യിൽ കൊടുത്തിട്ട് നന്ദി പറയും, കർത്താവേ, ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ വിളവെടുപ്പിന്റെ ആദ്യ ഫലമാണെന്ന് പറഞ്ഞ് ആദ്യഫല പെരുന്നാൾ യഹൂദൻ ആചരിക്കും. ഇനിയും വചനം എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, പഴയ നിയമം എടുത്ത് വായിച്ചാൽ മതി, കണക്കുകൾ കൃത്യമായിട്ടുണ്ട്. ആദ്യഫല പെരുന്നാൾ കഴിഞ്ഞിട്ട് 7 ആഴ്ചക്കാലം 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ കടന്നു വരുന്നത്. അന്നാണ് അല്ലെങ്കിൽ ഈ പെന്തക്കോസ്ത് പെരുന്നാളിലാണ് ഇതും ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ തന്നെയാണ്. അവൻ ആ ദിവസം അപ്പമുണ്ടാക്കി ആലയത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ഇതെല്ലാം ദൈവം നിവർത്തിയാക്കി, ഹല്ലേലൂയ, ശുദ്ധീകരണത്തിലൂടെ കർത്താവ് നമ്മെ ശുദ്ധീകരണത്തിലൂടെ നയിച്ച് കർത്താവ് പെസഹ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. ശബത്തിന്റെ പിറ്റേ ദിവസം ആദ്യ ഫലമായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ മേൽ പകരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, നാം ഇവിടെ കാണുക. അങ്ങനെ കാത്തിരുന്ന ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നവരുടെ മേൽ കടന്നു വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പൊ നാം ഒരു കാര്യം ഓർക്കണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരണമെങ്കിൽ നമ്മൾ പറയും ഉത്സവങ്ങൾ, യഹൂദന്റെ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞു, പക്ഷെ യേശു കർത്താവ് ഇതൊക്കെ നിവർത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർക്കണം, ദൈവത്തിന്റെ പൈതലേ, നമുക്ക് പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. ഒരു ശുദ്ധീകരണം കൂടാതെ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ല. ഹല്ലേലൂയ. ഒരു പുളിപ്പില്ലാത്ത പെരുന്നാള് നിന്റെ ജീവിതത്തിൽ കടന്നു വരാതെ ജീവിതത്തിലെ പുളിപ്പുകളെല്ലാം ഈ ദിവസങ്ങളിൽ മാറ്റുമെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, 120 പേരുടെ മേൽ കടന്നു വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ ദൈവത്തിന്റെ ആലയമാകുന്ന ഈ മന്ദിരം, ഈ ശരീരം നാം ഒന്ന് അരിച്ചു പെറുക്കി, കർത്താവ്, എന്തെങ്കിലും പുളിപ്പുകൾ എൻ്റെ അകത്ത് കിടപ്പുണ്ടോ, എന്തെങ്കിലും പുളിപ്പുകൾ കിടപ്പുണ്ടോ എന്ന് നോക്കി ഹസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട്, അതിനെ കൊള്ളരുതാത്തതാക്കി തീർക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. കേവലം അന്യഭാഷകൾക്കപ്പുറം വിശുദ്ധീകരണത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വരുവാൻ വേണ്ടിയിട്ടായി. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഓർപ്പിക്കുവാൻ എന്നെ ഏൽപ്പിച്ചു, കുഞ്ഞെ, ഹല്ലേലൂയ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിൽ കൂടെ കടന്നു പോകാതെ നിനക്കൊരു പെന്തക്കോസ്തില്ല.
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ പെന്തിക്കോസ്ത് എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഒരു പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നിനക്കുണ്ടാവണം. രണ്ട്, പെസഹ ഉണ്ടാകണം. പെസഹ എന്താണ്? കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. കാൽവരി ക്രൂശിലെ ക്രിസ്തുവിന്റെ ത്യാഗം ധ്യാനിക്കാതെ, കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടത് ഓർക്കാതെ, ഹല്ലേലൂയ, അവന്റെ കഷ്ടതകൾ ഏൽക്കാതെ, അവന്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കാതെ ഒരു പെന്തക്കോസ്തില്ല. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിപ്പോയ അബദ്ധം എന്താണെന്നറിയാമോ? നമുക്ക് അന്യഭാഷയുണ്ട്, നമുക്ക് ഹല്ലേലൂയ ക്രൂസൈഡ് ഉണ്ട്, കൺവെൻഷൻ ഉണ്ട്. പക്ഷേ നഷ്ടപ്പെട്ടു പോയി ക്രൂശിന്റെ അനുഭവങ്ങൾ, ക്രൂശിന്റെ യാതനകൾ, കർത്താവിന്റെ പീഡാനുഭവങ്ങളെ മറന്നുപോയി. ഹല്ലേലൂയ. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ അനുഭവങ്ങൾ മറന്നുപോയി. പലപ്പോഴും പുളിപ്പ് സഭകൾക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത്, ജീവിതങ്ങൾക്കകത്ത് ഈ പുളിപ്പ് നുരഞ്ഞു പൊതയുകയാ. ഹല്ലേലൂയ. നമ്മളെ അമ്മമാർക്കൊക്കെ അറിയാം, അപ്പത്തിന് കുഴച്ച് വെച്ചാൽ പുളിച്ച് പൊങ്ങി വന്നാൽ നല്ല സൂപ്പർ അപ്പം ഉണ്ടാവും അല്ലേ? അതാ ഏറ്റവും പുളിക്കണം. അതൊന്ന് പുളിക്കാൻ എന്തൊക്കെ ട്രിക്ക് ചെയ്യാവോ അതെല്ലാം ചെയ്യും. ഇന്നത്തെ പരിപാടി ഇതാ, ഇതൊന്ന് പുളിപ്പിക്കാൻ ഹല്ലേലൂയ പലരും ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെ ഒന്ന് കൊഴുപ്പിക്കാൻ പലരും പലതും ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെ ചെയ്താലൊന്ന് പുളിച്ച് പൊങ്ങും, എന്തൊക്കെ ചെയ്താൽ അപ്പം സോഫ്റ്റ് ആവും, എന്തൊക്കെ ചെയ്താൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുമ്പോ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വേർപെട്ട ക്രിസ്തീയ സമൂഹത്തോട് ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ വിളിച്ചു പറയാനുള്ളത് ഒന്നുണ്ട്. കുഞ്ഞെ, നിന്റെ വീടിനകത്തെ പുളിപ്പ് ഈ ദിവസങ്ങൾ എടുത്തു മാറ്റിക്ക്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ അനുഭവം ഈ ദിവസങ്ങളൊന്ന് ആചരിച്ച് ഹല്ലേലൂയ നീ ഒന്ന് പെസഹ തിടുക്കത്തിൽ കഴിച്ച് പുളിപ്പില്ലാത്ത അപ്പമുണ്ടാക്കി കുഞ്ഞാടിന്റെ രക്തം നിന്റെ കട്ടളപ്പടിമേൽ പുരട്ടിയതോർത്ത് ദൈവത്തെ നിന്ന് സ്തുതിച്ചേ ദൈവവേദലേ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വരുവാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തു, ആദ്യ ഫലമായി ക്രിസ്തു. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുക, ക്രിസ്തു ആദ്യ ഫലമായി നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ്. ഒരു ആദ്യ ഫല പെരുന്നാളുണ്ട്, അത് നമ്മുടെ ക്രിസ്തു. അതിനുശേഷം ഒരു 50 ദിവസത്തെ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. 50 ദിവസത്തെ വെയിറ്റിംഗ്. ആ 50-ാം ദിവസം പെന്തക്കോസ്ത് നാളിലാണ് എന്ത് കടന്നു വന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു. അവിടെ നിന്ന് എനിക്ക് ഒരുപാട് യഹൂദന്റെ ആ ഉത്സവങ്ങളോട് വെച്ച് ഒരുപാട് പറയാൻ, പക്ഷെ എന്നെ ദൈവത്തിന്റെ ആത്മാവ് ഏൽപ്പിച്ചത് അതുകൂടി ചേർന്ന മറ്റൊരു ദൂതാണ്. അതുകൊണ്ട് അങ്ങോട്ട് കയറുവാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഇവര് 120 പേര് ഈ പെന്തക്കോസ്ത് മുറിയിൽ കൂടിയിരുന്നപ്പോൾ അവിടെ സംഭവിച്ച 4 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. 4 കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നാമത് എന്താ എഴുതിയിരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം 2-ാം വാക്യം 1-ാമത്തെ ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, പെട്ടെന്ന് ഒരു കൊടിയ കാറ്റ്. ഒന്നാമത് വന്നത് ഒരു ഭയങ്കര കാറ്റ് അതിനകത്തടിച്ചു. രണ്ടാമത് എന്താ സംഭവിച്ചേ? ആകാശത്ത് നിന്ന് ഒരു ഭയങ്കര മുഴക്കം. അപ്പൊ ഒരു കൊടിയ കാറ്റ്, ഒരു ഭയങ്കര മുഴക്കം. മൂന്നാമത് എന്താ നോക്കിക്കേ, ആ മുഴക്കം അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. രണ്ടാമത് അഗ്നിജാല. അപ്പൊ നിങ്ങൾ ഓർക്കണം, നമ്മൾ തീ കത്തിക്കുമ്പോൾ തീ വരത്തില്ലേ, അഗ്നിജാല പിളർക്കുക. സോ അവിടെ എഴുതിയിരിക്കുന്നത് ഡിവൈഡഡ് ഫയർ എന്ന് എഴുതിയിരിക്കുന്നത്. അഗ്നിജാല പിളർക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അടുത്ത കാര്യം എന്താ എഴുതിയിരിക്കുന്നത്? എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. അപ്പോഴാണ് അവിടെ പുറത്തു നിന്നവര്, ഏഷ്യയിൽ നിന്ന് വന്നവരുണ്ട്, അറബിയിൽ നിന്ന് വന്നവരുണ്ട്, മെസപ്പൊത്തോമിയയിൽ നിന്ന് വന്നവരുണ്ട്, സമരിയയിൽ നിന്ന് വന്നവരുണ്ട്, പെന്തോസിൽ നിന്ന് വന്നവരുണ്ട്, കപ്പദോക്കിയിൽ നിന്ന് വന്നവരുണ്ട്, ഫ്രുഗയില് മിസിയയില് ഒക്കെ വന്ന കുറേനക്കാരുണ്ട്, കറുത്ത വർഗ്ഗക്കാർ. ഇവരെല്ലാം ഈ ശബ്ദം കേട്ടോണ്ട് ഓടി വന്നപ്പം ഏഷ്യയിൽ നിന്ന് വന്നവരെന്നൊക്കെ പറയുമ്പോൾ ഈ നമ്മുടെ ഒരു പക്ഷേ ഇന്നത്തെ ചൈനയാണ് ഏഷ്യ, നമ്മളാണല്ലോ ഏഷ്യ മൈനർ. അപ്പം ഒരു പക്ഷെ ഞാൻ വിചാരിക്കുന്നതെന്നറിയാം, പത്രോസ് ചൈന ഭാഷയിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നത്, യാക്കോബ് അറബിയിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എന്നാ എഴുതിയേക്കുന്നേ? അറബിക്കാര് അവർ അറബിയിൽ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ടു. അവർ ഹല്ലേലൂയ അവരവരുടെ ഭാഷകളിൽ അന്യഭാഷകൾ സംസാരിക്കുന്നത് കേട്ടു. ഹല്ലേലൂയ. ശക്തമായ 4 കാര്യങ്ങൾ അന്ന് ആ പകൽക്കാലം അവിടെ നടക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എഴുതിയിരിക്കുക, ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ. അവിടെ നിന്നുകൊണ്ടാ 1-2 കാര്യങ്ങൾ എന്ന് പകൽക്കാലം പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, ഒന്നാമത് ഒരു ശക്തമായ കാറ്റ്, ഒരു കൊടുങ്കാറ്റ് ആ മുറിക്കകത്തിലേക്ക് കടന്നു. ദൈവവചനം നോക്കുമ്പോ കാറ്റ് എന്ന പദത്തിന് മൂലഭാഷയിൽ ഗ്രീക്കിൽ കാറ്റ്, ശ്വാസം, ആത്മാവ്, ഇതിന് 3-നും ഒരൊറ്റ വാക്കാണ് തുടർമാനമായി ബൈബിളിൽ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. 3 പദങ്ങൾ ഓർക്കണം: ശ്വാസം, കാറ്റ്,
ആത്മാവ്, സ്പിരിറ്റ്, വിൻഡ്, ഇതിനെല്ലാം ഒരൊറ്റ പദമാണ് കൊടുത്തിരിക്കുന്നത്, റുവാക്ക്, RAUCH, റുവാക്ക് എന്നൊരു പദമാണ് ഈ ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്നത്, നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ആദ്യം മുതൽ, ഉൽപ്പത്തി മുതൽ നാം എവിടെയൊക്കെ ഈ പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ സെയിം ഒരേ അർത്ഥമാണ്. കാറ്റ് എന്നെവിടെ വരുന്നോ, ആത്മാവ് എവിടെ വഹിക്കുന്നുവോ, ശ്വാസം നാം എവിടെ വായിക്കുന്നുവോ, ഇതേ പദം നാം ഉപയോഗിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഈ കാറ്റ് എന്ന പദം നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കണം. എപ്പോൾ? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒരു കൊടിയ കാറ്റടിച്ചു. ഈ കാറ്റാണ് നാം എവിടെ കാണുന്നതെന്ന് അറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് ഇതേ വാക്ക്, ഈ കാറ്റിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ പദമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ആദിയിൽ അല്ലെങ്കിൽ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയപ്പോൾ എന്താണ്? വെള്ളം, അത് ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, എന്നാൽ വെള്ളത്തിന്റെ വീതെ പരിവർത്തിച്ച ആത്മാവ്, ആത്മാവ് എന്നുള്ള അതേ വാക്കിനും ഈ പരിശുദ്ധ പെന്തക്കോസ്ത് നാളിൽ കടന്നു വന്ന ആ കാറ്റിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കൊന്നു തന്നെയാണ്. അതിന്റെ അർത്ഥം ഈ പെന്തക്കോസ്ത് നാളിൽ കടന്നു വന്ന ആത്മാവ് അതേ ആത്മാവാണ് എവിടെ വ്യാപരിച്ചത്? ഭൂമി പാഴും ശൂന്യവുമായി കിടന്നപ്പോൾ ആ വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച ആത്മാവ് ഇതേ ആത്മാവാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഈ കാറ്റാണ് അവിടെ അടിച്ച കാറ്റ്. ഈ കാറ്റാണ് ആ വെള്ളത്തിന്റെ മീതെ ഉണ്ടായിരുന്ന കാറ്റ്. ആ കാറ്റ് എന്ത് ചെയ്തു? പാഴും ശൂന്യവുമായി കിടന്നതിനെ ഹല്ലേലൂയ റീഷേപ്പ് ചെയ്യാൻ തുടങ്ങി, അതിനെ മാറ്റം വരുത്തുവാൻ തുടങ്ങി, അതിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. അതിനെയും തൊട്ട് പാഴല്ല, ശൂന്യമല്ല, അതിന് ഭംഗി വന്നു, അതിന് ഹല്ലേലൂയ അതിൽ പച്ചപ്പ് കടന്നു വന്നു, അത് പാർക്കുവാൻ യോഗ്യമായി തീർന്നു. ഇന്ന് പകൽക്കാലം പറയട്ടെ ദൈവവേദലേ, ഈ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നമ്മുടെ മേൽ അടിച്ചു കഴിയുമ്പോൾ ആദിയിൽ ഉണ്ടായിരുന്ന അതേ കാറ്റാണ്. ആ കാറ്റ് ഇന്ന് പകൽക്കാലം പാഴെന്ന് തോന്നുന്ന, ശൂന്യമെന്ന് തോന്നുന്ന, ഇനി ഒരിക്കലും നല്ലതാകത്തില്ലെന്ന് തോന്നുന്ന ചില ജീവിത മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ആ കാറ്റടിച്ചു കഴിയുമ്പോൾ പറയട്ടെ, ദൈവം ചിലതിനെ പുതുതാക്കി തീർക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വിളിച്ചു പറയുവാൻ വേണ്ടി ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഈ ലൈനിലെ രാത്രികാലം ഈ ലൈനിലുള്ള ആരോടോ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, കുഞ്ഞെ നീ പാഴായി പോയി, ശൂന്യമായി പോയി, ഇനി പ്രയോജനപ്പെടത്തില്ലെന്ന് വിചാരിക്കുന്ന ചിലതിന്റെ മേൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കുമെന്ന് ദൈവത്തിന്റെ കാറ്റ് നിന്റെ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ തലമുറയുടെ അകത്ത്, നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ഈ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ച് ദൈവം ചിലതിനെ പുതുതാക്കി തീർക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുവാൻ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നേ, ഈ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ അടിച്ച കൊടിയ കാറ്റ്, ഭൂമി പാഴും ശൂന്യവുമായിരുന്നപ്പോൾ അതിന്റെ മേലടിച്ച കാറ്റ്, ഹല്ലേലൂയ, അവിടെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് അന്ന് രാത്രികാലം ചില വിഷയങ്ങളുടെ മേലടിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ അത്ഭുതങ്ങൾ നടക്കുവാൻ വേണ്ടി ഇടയായിത്തീരും. എന്നെ സന്തോഷിപ്പിച്ച മറ്റൊരു പദം, ഇതേ വാർത്ത, ഈ ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ ആത്മാവ്, അതേ ആ മൂലഭാഷയിലുള്ള പദം ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഭാഗം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭാഗമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 8-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് വായിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. 8-ാം അധ്യായം ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴയിൽ നിന്നു വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. അടുത്ത വാക്യം കൂടെ വായിച്ചു. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. മതി മതി മതി. നമുക്കറിയാം നോഹയോടുള്ള ബന്ധത്തിലുള്ള വാക്യമാണ്. അവിടെ ഈ പദം, സെയിം പദം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കാറ്റ്, ആ സെയിം പദമാണ്. റുവാക്ക് എന്ന സെയിം, ആത്മാവ് എന്ന സെയിം പദമാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുക, ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ദൈവം ഓർത്തു. ദൈവം ഓർത്ത് കഴിഞ്ഞപ്പോൾ അടുത്തതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? ദൈവം ഭൂമിയുടെ മേൽ ഒരു കാറ്റടിപ്പിച്ചു.
ഓ ജൂഡാരാബാറികബല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. കുഞ്ഞെ, നിന്നെയും നിന്റെ കുടുംബത്തെയും ഓർക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. നോഹയോട് ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുകയാണ്. നോഹയെയും നോഹയുടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും സ്വർഗത്തിലെ ദൈവം ഓർത്തു. ഹല്ലേലൂയ. ഓർത്തു കഴിഞ്ഞപ്പോൾ ദൈവം ഒരു കാറ്റടിപ്പിച്ചു. ഇന്ന് പകൽക്കാലം നോഹയെയും അവന്റെ പെട്ടകത്തിലുള്ള പട്ടിയെയും പൂച്ചയെയും പന്നിയെയും എല്ലാത്തിനെയും എന്റെ സ്വർഗത്തിലെ ദൈവം ഓർത്തെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ഈ സ്വർഗത്തിലെ ദൈവം ഓർക്കാതിരിക്കുമോ? ദൈവവേദലേ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലെ ഈ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്, ദൈവനാമത്തിന് വേണ്ടി കൊടുത്തത്, ദൈവനാമത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത്, ദൈവനാമത്തിന് വേണ്ടി ലാഭമായി വിചാരിച്ചത് പലതും ഛേദമെന്നെണ്ണി ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങിയത്, നീ പലതിനും വില കൊടുത്തു നിൽക്കുന്നത്, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് ഓർപ്പിക്കുകയാ. നിന്നെയും നിന്റെ കുടുംബത്തെയും ഓർക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. എത്ര പേർക്ക് നന്ദി പറയുവാനുണ്ട്. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ നീ എന്നെ ഓർത്തതിനായി സ്തോത്രം. എന്റെ കൂട്ടുകാർ പലരും മറന്നുപോയപ്പം, ചിറ്റപ്പനും കൊച്ചമ്മയും ഒക്കെ മറന്നുപോയപ്പം, ഹല്ലേലൂയ, അപ്പാപ്പനും അമ്മാമ്മയും ഒക്കെ മറന്നുപോയപ്പം നിന്നെ ഓർത്ത ഒരു സ്വർഗത്തിലെ ദൈവമില്ലേ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ചിലരോടൊക്കെ പറയുക, കുഞ്ഞ്, ഇന്ന് നീ നിലനിൽക്കുന്നത് ഹല്ലേലൂയ നിന്റെ അളിയൻ നിന്നെ ഓർത്തത് കൊണ്ടല്ല, നിനക്ക് വേണ്ടി ഒരു സ്വർഗത്തിലെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ടാ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത ദൈവം, ആരെല്ലാം തള്ളിയാലും തള്ളാത്ത ഒരു ദൈവം, അരക്കണ്ണിന് ആദരവ് തോന്നാതെ പലരും നിന്നെ തള്ളി മാറ്റിയപ്പോൾ നിന്നെ ഓർത്ത്, നിന്റെ പേരോർത്ത്, നിന്റെ കുടുംബത്തെ ഓർത്ത്, നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, നിന്റെ ബിസിനസിനെ ഓർത്ത്, നിന്റെ ശുശ്രൂഷയെ ഓർത്ത്, നിന്റെ ആരോഗ്യത്തെ അറിഞ്ഞോർത്ത് ഇത്രത്തോളം നടത്തിയ ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ചൂടാരാബാറിബാലാബ. വിശ്വസിച്ച ദൈവവേദനെ ആ ദൈവം ഇന്ന് പകൽക്കാലം നിന്നെ ഓർക്കും. ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തെ ഓർക്കും. ഇന്ന് പകൽക്കാലം നിന്നെ അവൻ അറിയും. അവൻ നിന്റെ പേരോർക്കും. ഹല്ലേലൂയ. അവൻ നമ്മെ ഓർത്തു കഴിയുമ്പോൾ എന്തോ സംഭവിക്കുമെന്നറിയാമോ? എന്താ നോഹയെ ഓർത്തു കഴിഞ്ഞപ്പോ ദൈവം എന്തോ ചെയ്തെന്ന് അവിടെ എഴുതിയേക്കുന്നത്? ദൈവം നോഹയെ ഓർത്തു കഴിഞ്ഞപ്പോ ദൈവം ഒരു കാറ്റടിപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാ. ചില കുടുംബങ്ങളുടെ മേലെ ദൈവത്തിന്റെ കാറ്റടിക്കട്ടെ. അല്ലെങ്കിൽ ഭൂമി പാഴും ശൂന്യമായിരുന്ന ഭൂമിയുടെ മേൽ അടിച്ച കാറ്റ്, പെന്തക്കോസ്ത് നാളിൽ ആ കൂടിയിരുന്നവരുടെ മേൽ അടിച്ച കാറ്റ്, ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ആ കാറ്റടിക്കട്ടെ. ചിലരുടെ ശുശ്രൂഷ മണ്ഡലങ്ങൾ മാറുന്ന പകൽക്കാലമാ. ഹല്ലേലൂയ. ചിലരുടെ ബിസിനസിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന പകൽക്കാലം. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാറ്റ് നിന്റെ തലമുറ മേൽ അടിക്കുന്ന രാത്രികാലമാ. വിശ്വസിച്ച് ഹല്ലേലൂയ. 120 പേരുടെ മേൽ അടിച്ച ദൈവത്തിന്റെ കാറ്റടിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ഭൂമിയുടെ കാറ്റടിച്ചപ്പം സിസ്റ്ററെ ആ അൺമ്യൂട്ട് ചെയ്ത അടുത്ത വാക്യം, കാറ്റടിച്ചു കഴിഞ്ഞപ്പോ എന്തോ സംഭവിച്ചെന്ന് എഴുതിയേക്കുന്നൊന്ന് വായിച്ചേ. കാറ്റടിച്ചു കഴിഞ്ഞപ്പോ എട്ടിന്റെ വെള്ളം നിലച്ചു. മതി, വെള്ളം നിലച്ചു കേട്ടോ. വെള്ളം നിലച്ച്. ഹല്ലേലൂയ. മാസങ്ങളായി വെള്ളത്തിന്റെ ഒഴുക്ക് തുടങ്ങിയിട്ട്, മാസങ്ങളായി മഴ പെയ്യാൻ തുടങ്ങിയിട്ട്, സ്വർഗത്തിലെ ദൈവത്തിന്റെ കാറ്റൊന്ന് അടിച്ചു കഴിഞ്ഞപ്പോ, ഈ ദൈവത്തിന്റെ ആത്മാവൊന്ന് അടിച്ചു കഴിഞ്ഞപ്പോ ഈ വെള്ളം നിലയ്ക്കുവാൻ വേണ്ടി വെള്ളം നിന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെ ഓർപ്പിക്കുകയാ. ചിലതൊക്കെ നിൽക്കുന്ന നിന്റെ പടകിന് നേരെ ആഞ്ഞടിക്കുന്ന ചില വെള്ളങ്ങളുണ്ട്, ചില ഒഴുക്കുകളുണ്ട്. ഹല്ലേലൂയ. നിന്നെ ഇങ്ങനെ തകർത്ത് ഇങ്ങനെ ഒഴുക്കി കൊണ്ടുപോകുന്ന ചില അനുഭവങ്ങളുണ്ട്. ദൈവത്തിന്റെ കാറ്റടിച്ചു കഴിയുമ്പോൾ എന്തോ സംഭവിക്കും? ഈ വെള്ളം അവിടെ നിൽക്കും. അടുത്തത് എന്തോ സംഭവിച്ചേ? 2-ാം വാക്യത്തിൽ നോക്കിക്കേ. അതിന്റെ 8ന്റെ 2-ാം വാക്യം. ആഴിയുടെ ഉറവുകളും ആകാശത്തിൽ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴ നിന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ചിലരൊക്കെ ഇതിനകത്ത് ഇരുന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഈ മഴ എന്നാ ഒന്ന് നിൽക്കുന്നേ? ഈ മഴ എന്നാ ഒന്ന് തോരുന്നേ? ഹല്ലേലൂയ. ഈ മഴ ഒന്ന് തോരുമോ? എനിക്കിതിനകത്തുനിന്നൊന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക, കുഞ്ഞെ, ദൈവത്തിന്റെ കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ മഴ നിൽക്കും. ഡോക്ടർ പറയും ഈ മഴ തീരത്തില്ലെന്ന്, നാട്ടുകാർ പറയും മഴ നിൽക്കത്തില്ലെന്ന്, കുടുംബശ്രീക്കാർ പറയും ഇല്ല, രക്ഷയില്ലെന്ന് പറയും. പക്ഷെ ഈ ദിവസങ്ങളിൽ നീ അവരുടെ ആരുടെയും വാക്കുകളല്ല കേൾക്കേണ്ടുന്നത്, സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്ക് കേൾക്ക്. നിന്നെ നിന്റെ കുടുംബത്തെ ഓർക്കുന്ന, നിന്റെ പേരോർക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കാറ്റ്
ഈ ദിവസങ്ങളിൽ നമ്മുടെ മേലൊന്ന് അടിച്ചു കഴിയുമ്പോൾ. മർത്തോമ സഭയിലെ ഒരു അച്ഛനുണ്ട്, പാസ്റ്റർ സാജൻ എന്ന് പറയുന്ന അച്ഛന് ക്യാൻസർ വന്ന് അച്ഛന് വെല്ലൂർ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ അച്ഛനോട് എല്ലാ ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഇനി അച്ഛൻ രക്ഷപ്പെടത്തില്ല, ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അച്ഛൻ എഴുതിയ ഒരു പാട്ടുണ്ട്, ഒരു മനോഹരമായ പാട്ട്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവേ ഈ മഴ തോരുമോ, ഈ രാവൊന്ന് തീരുമോ, ഹല്ലേലൂയ ഒന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ നല്ലായിരുന്നെന്ന് വിചാരിച്ച് പലപ്പോഴും നാം തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന രാവുകളുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്ക് പറയാനുള്ള എന്നാന്നറിയാമോ? കർത്താവിന്റെ കാറ്റ് നമ്മുടെ കുടുംബത്തിൽ ഒന്ന് അടിച്ചു കഴിയുമ്പോൾ ഈ മഴ നിൽക്കും കേട്ടോ. ഈ മഴ നിൽക്കും. ഈ വെള്ളത്തിന്റെ ഉറവുകളൊക്കെ ഒന്ന് അടയും. ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടയും. ഈ ദിവസങ്ങളില് നിനക്ക് നേരെ ശത്രുവായവൻ തുറന്നു വെച്ചിരിക്കുന്ന ചില പ്രതികൂലത്തിന്റെ വാതിലുകൾ സ്വർഗത്തിലെ ദൈവം കൂട്ടി അടയ്ക്കാൻ പോവുക. കഴിഞ്ഞ നാളുകളിൽ ചില വാതിലുകളൊക്കെ അല്ലെങ്കിൽ പ്രതികൂലത്തിന്റെ ചില വാതിലുകൾ നമുക്ക് നേരെ തുറന്നു. പക്ഷെ എന്നാൽ അതൊക്കെ അടച്ച് ആകാശത്ത് നിന്നുള്ള മഴ നിന്നു. അടുത്ത് എഴുതിയിരിക്കുക, വെള്ളം ഇടവിടാതെ ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. അടുത്ത വാക്യം നിങ്ങളോടുള്ള ബന്ധത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഓർപ്പിച്ചു. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ദൈവം ചിലരെ ഇതിനകത്ത് ഉറപ്പിക്കും. ചിലരെ ആടി നിൽക്കുന്ന അനുഭവങ്ങൾ ചിലരെ ഇതിനകത്തുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങളോട് എനിക്കറിയത്തില്ല അതാരാണെന്ന്, പക്ഷെ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. ദൈവം നിങ്ങളെ ദിവസങ്ങൾ ഉറപ്പിക്കും. ഹല്ലേലൂയ. ജോലിയിലുള്ള ചില അസ്ഥിരത, കുടുംബ ജീവിതത്തിനകത്തുള്ള അസ്ഥിരത, ഹല്ലേലൂയ, സമാധാനമില്ലാത്ത അസ്ഥിരത. പക്ഷെ ദൈവം പറയുക ചിലരെ ഉറപ്പിക്കാൻ പോവുക. പക്ഷെ ഒറ്റ കാര്യം, എന്തോ സംഭവിക്കണം? ദൈവത്തിന്റെ കാറ്റടിക്കണം. കർത്താവിന്റെ കാറ്റടിക്കണം. ഈ ദിവസങ്ങളില് പെന്തക്കോസ്ത് നാളിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഒരു ഐക്യത. ദിവസങ്ങൾ എന്തുകൊണ്ടാ ചില അസ്ഥിരത കടന്നു വരുന്നതെന്നറിയാമോ? എന്തുകൊണ്ടാ ചില അസ്ഥിരതകൾ? ഹല്ലേലൂയ. കുടുംബത്തിന്റെ അകത്തില്ലാത്ത ഐക്യത. ഈ ദിവസങ്ങളില് നീയും നിന്റെ പ്രിയപ്പെട്ടവനും ചേർന്ന് ഒന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ അവർ 120 പേര് ഒരുമിച്ചിരുന്നത് പോലെ 120 പേരൊന്നും വേണ്ട. ഹല്ലേലൂയ. 45 ഡിവൈസ് മതി. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. 10 പേര് മതി, 2 പേര് മതി. ദൈവമക്കളെ, 2 പേർ ഐക്യമെത്തിയപ്പെട്ട് ഹല്ലേലൂയ എന്ത് യാചിച്ചാലും എന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാലും അത് നൽകി തരാമെന്ന് പറഞ്ഞ ഒരു കർത്താവിന്റെ വാഗ്ദത്തത്തിന് മുമ്പില് ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ ഐക്യതയോടുകൂടെ പ്രാർത്ഥിച്ചിട്ട് പറ, കർത്താവേ നിന്റെ കാറ്റൊന്നടിക്കണം. വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയുടെ മേൽ അടിച്ച കാറ്റ്, നോഹയുടെ പെട്ടകത്തിന്റെ മേൽ അടിച്ച കാറ്റ്, നോഹയുടെ ഹല്ലേലൂയ കുടുംബത്തെ ഓർത്ത ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം കർത്താവ് നീ എന്നെ ഒന്ന് ഓർത്തു കഴിയുമ്പോൾ, ആ കാറ്റെന്റെ മേലെ അടിച്ചു കഴിയുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ അറിയുന്നു കർത്താവേ ഈ ഹല്ലേലൂയ ഉറവകൾ, ഈ വെള്ളത്തിന്റെ ഉറവകൾ അടയും. ഇതിന്റെ ആകാശത്തിന്റെ കിളിവാതിലുകൾ അടഞ്ഞ് കർത്താവെ എനിക്ക് വേണ്ടി നീ അത്ഭുതം പ്രവർത്തിച്ച് എന്നെ ചിലയിടത്ത് ഉറപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇളകിക്കിടക്കുന്ന ചിലത്, ഹല്ലേലൂയ, അടിസ്ഥാനങ്ങൾ ഇളകിക്കിടക്കുന്ന ചിലത് ഈ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലത് ഉറയ്ക്കട്ടെ. ഹല്ലേലൂയ. അരാരാത്ത് പർവ്വതത്തിൽ നോഹയുടെ പെട്ടകം ഉറച്ചതുപോലെ, ഹല്ലേലൂയ, അരാരാത്ത് പർവ്വതത്തിൽ നോഹയുടെ പെട്ടകം ഉറപ്പിച്ചതുപോലെ ഇതിനകത്ത് ആടിക്കിടക്കുന്ന ഉലയുന്ന ചില വിഷയങ്ങളെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസി കുടുംബം പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ചിലതിനെ ഉറപ്പിക്കലിന് വേണ്ടി, ചിലതൊന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി ഇന്ന് പകൽക്കാലം ഉറയ്ക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഉലച്ചു കളയുന്ന ഹല്ലേലൂയ എല്ലാ കാറ്റുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. പെയ്തുകൊണ്ടിരിക്കുന്ന മഴകൾ, പെട്ടകത്തിന് നേരെ ആഞ്ഞടിക്കുന്ന കാറ്റ്, പെട്ടകത്തിന് നേരെ ആഞ്ഞടിക്കുന്ന ശക്തമായി പെയ്യുന്ന മഴകൾ, അതിന്റെ ഉറവകൾ ഇന്ന് പകൽ രാത്രി കാലം കർത്താവിന്റെ കാറ്റടിച്ച് ഉറവകൾ നിൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഉറയ്ക്കട്ടെ പർവ്വതങ്ങൾ, ഉറയ്ക്കട്ടെ പെട്ടകങ്ങൾ. ചിലയിടത്ത് ജോലിയിലുള്ള ഉറപ്പ്, ഹല്ലേലൂയ, കുടുംബജീവിതത്തിലുള്ള ഭദ്രത, ഹല്ലേലൂയ, സാമ്പത്തികമായ ചില ഉറപ്പ് ഭദ്രതകൾ സ്വർഗത്തിലെ ദൈവം തരും. ദൈവമക്കളെ, കർത്താവിന്റെ കാറ്റ് നമ്മുടെ മേലടിച്ചു കഴിയുമ്പോൾ പക്ഷെ നമുക്ക് എന്താവശ്യമാണ്? നാം ഒരുമിച്ച് കർത്താവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. നാം പലപ്പോഴും വിചാരിക്കും നമ്മുടെ ജീവിതത്തില് പലതും ഇനിയും ഒരിക്കലും ഉറക്കത്തില്ല, ഞാനിങ്ങനെ ആടി എവിടെങ്കിലും ഒക്കെ തട്ടി തകർന്നു പോകുമെന്ന് വിചാരിക്കും. പക്ഷെ പറയട്ടെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ നമ്മെ ഉറപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്.
ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ, ആയിരം അനുഭവങ്ങളുണ്ട്. തകർന്നു പോകുമെന്ന് വിചാരിച്ചിരുന്നിടത്ത്, എല്ലാം തീർന്നെന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്ന് ദൈവം ഞങ്ങളെ മടക്കി കൊണ്ടുവന്ന അനേക അനുഭവങ്ങൾ. ഞാൻ കാനഡയിൽ വന്നിട്ട് 21 വർഷമായി. കാനഡയിൽ വന്നിട്ട് ഒരു മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. അവിടുത്തെ വളരെ ചെറുപ്പത്തിലെ തന്നെ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് മംഗലാപുരത്ത് പഠിക്കുമ്പോഴാണ് ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്നത്. ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ മാതാവ് വിശ്വാസത്തിലേക്ക്, പിതാവ് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഞാൻ ഈ കാനഡയിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ വരുമെന്നോ ഇങ്ങനെ ഒക്കെ ജോലി ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. എന്നാൽ അതിനൊക്കെ ഞങ്ങൾ വിശ്വാസത്തിൽ കടന്നു വന്ന നാളില് എന്റെ മാതാവിനോട് ഒരു ദൈവത്തിന്റെ ദാസൻ ഒരു ദൂത് പറയാണ്. ഒരു ദിവസം ഒരു സാധാരണ പ്രാർത്ഥനയ്ക്ക് പറയാം, മകളെ, നിന്റെ തലമുറയുടെ പൗരത്വം സ്വർഗത്തിലെ ദൈവം മാറ്റും, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും എന്ന് പറഞ്ഞു. അപ്പൊ മമ്മി എന്നോട് ചോദിച്ചു, കുഞ്ഞെ, ഇങ്ങനെ ഒരു ദൂത് ഒരു പാസ്റ്റർ വന്ന് പറഞ്ഞു, നിന്റെ തലമുറയുടെ പൗരത്വം ദൈവം മാറ്റും, നിന്റെ കണ്ണുകൊണ്ട് അത് കാണും. അപ്പൊ നമ്മളിങ്ങനെ കാനഡയിലോട്ട് പോരാനൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ കാനഡയിൽ വരുമെന്ന് വല്ലതും ആയിരിക്കും അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ് ഞാൻ അതിനെ അങ്ങ് വിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞ് കാനഡയിൽ വരാൻ ദൈവം സഹായിച്ചു. ഞാൻ കാനഡയിൽ വന്ന് 8 മാസം കഴിഞ്ഞപ്പം എൻ്റെ മമ്മിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. അപ്പം ആദ്യം ഒരു ബ്രസ്റ്റിന് ക്യാൻസർ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തു. അത് കഴിഞ്ഞ് RCC കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു മറ്റേ ബ്രസ്റ്റിനും പ്രശ്നമുണ്ടോ എന്ന് സംശയമുണ്ട്, തൈറോയിഡിന് ഉണ്ടോ എന്ന് സംശയമുണ്ട്, സ്കിന്നിനുണ്ട്. ആകെ ഞങ്ങൾ തകർന്നു പോയ അനുഭവങ്ങൾ. ഞങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അപ്പോഴൊക്കെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഈ ഒരു ദൂത് ഓർപ്പിക്കും, നിന്റെ തലമുറയുടെ പൗരത്വം ദൈവം മാറ്റും, നിന്റെ കണ്ണുകൊണ്ട് അത് കാണുമെന്ന് എൻ്റെ മാതാവിനോട് പറഞ്ഞ ആ ദൂത്. 26 റേഡിയേഷനും 10 കീമോതെറാപ്പിയും ഒക്കെ എടുത്ത് തലമുടിയും, മമ്മിക്ക് ഒരുപാട് തലമുടിയുള്ള ഒരാളായിരുന്നു. തലമുടിയെല്ലാം പൊഴിഞ്ഞ്, ഈ പിരിയം പോലും പൊഴിഞ്ഞ്, കാണാൻ വളരെ വികൃതമായി RCCയിൽ കിടന്ന നാളുകളുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇതെല്ലാം തീർന്നു, ഞങ്ങളെ ദൈവനാമത്തിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ഒന്നും ഒരു നന്മ പോലും കാണാതെ മാതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെടുമോ എന്നൊക്കെ വിചാരിച്ച് ഭാരപ്പെട്ട നാൾ. അപ്പൊ ഞാൻ കാനഡയിലോട്ട് വന്നതേ ഉള്ളൂ. എനിക്കിവിടെ ഒരുപാട് പരീക്ഷകൾ എഴുതാനുണ്ട്. നമ്മുടെ കയ്യിൽ അതിന് തക്ക പണമില്ല, ട്രീറ്റ്മെന്റിനുള്ള പൈസ വേണം. ഒരുപാട് പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയതാണ്. പക്ഷേ ചുരുക്കി പറയട്ടെ ദൈവമക്കളെ, കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ മാതാവിന് സൗഖ്യം കൊടുത്തു. ട്രീറ്റ്മെന്റുകളെല്ലാം കഴിഞ്ഞു, കർത്താവ് സൗഖ്യം കൊടുത്തു. ഇന്ന് 20 വർഷത്തോളമായി മാതാവ് ആരോഗ്യത്തോടെ ദൈവസന്നിധിയിലുണ്ട്. ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു. ആദ്യം നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് പെർമനന്റ് റെസിഡന്റ് ആയിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഏകദേശം 10 വർഷം കഴിഞ്ഞ് ഇവിടുത്തെ കനേഡിയൻ സിറ്റിസൺഷിപ്പ്, ഇവിടുത്തെ പൗരത്വം എടുക്കാൻ ഞങ്ങൾ അപ്ലൈ ചെയ്ത് ആ സമയത്താണ് പപ്പായും മമ്മിയും ഞങ്ങൾ വിസിറ്റിംഗിൽ ഇവിടെ കൊണ്ടുവന്നു. ഞങ്ങളുടെ സിറ്റിസൺഷിപ്പ് സെറിമണി നടക്കുന്ന സമയമാണ്, ഞങ്ങളുടെ പൗരത്വം മാറുന്ന സമയം. അപ്പൊ അവർ ആ ലെറ്റർ അയച്ചപ്പോൾ അതിനകത്ത് എഴുതി, നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ്സിനെ നിങ്ങൾക്ക് ഈ സെറിമണിക്ക് ഈ ഇതിന് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് അവരെ കൂടെ കൊണ്ടുവരാം. അപ്പൊ ഞാൻ പപ്പയുടെ മമ്മിയോട് ചോദിച്ചു, നിങ്ങൾ വരുന്നുണ്ടോ? അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളും വരാം. അപ്പൊ ഞങ്ങൾ ഈ സെറിമണിക്ക് അവിടെ പോയി. ഞങ്ങളുടെ സിറ്റിസൺഷിപ്പ് സെറിമണിയാണ്, ഞങ്ങൾ കനേഡിയൻ സിറ്റിസൺഷിപ്പ് ആവുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ കൈയൊക്കെ സ്ട്രെയിറ്റൻ ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രതിജ്ഞയുണ്ട്, ഒരു ഓത്ത് നമ്മൾ ഏറ്റു പറയണം. അപ്പൊ ഞാനിങ്ങനെ കൈ നീട്ടി വെച്ച് ഈ ഓത്ത് സിറ്റിസൺഷിപ്പ് പ്രതിജ്ഞ പറയുകയാണ്. ഞാൻ ഇനി തൊട്ട് കനേഡിയൻ സിറ്റിസൺ ആണ് എന്ന് പറയുമ്പോ ദൈവത്തിനാത്മാ എൻ്റെ ഉള്ളിൽ പറയും, നീ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ പറയുമ്പോ ഞാൻ കാണുന്നത് എൻ്റെ മാതാവ് അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ എൻ്റെ ചെവിയിൽ ഒരു വാക്ക് കേൾക്കുക, നിന്നോട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു, നിന്റെ തലമുറയുടെ പൗരത്വം ഞാൻ മാറ്റും, നിന്റെ കണ്ണുകൊണ്ട് അത് കാണുമെന്ന് പറഞ്ഞില്ലേ, ആ വാഗ്ദത്തമായി ഇപ്പോൾ നിവൃത്തിയാകുന്നതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞങ്ങൾ വിചാരിച്ചു എൻ്റെ മാതാവിന് ക്യാൻസർ വന്നപ്പം വിചാരിച്ചു എല്ലാം തീർന്നെന്ന് വിചാരിച്ചു. പറഞ്ഞ വാഗ്ദത്തം പോലും മറന്നുപോയി. പക്ഷേ കർത്താവ് അതെല്ലാം അതുപോലെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ, ഒരു മൂവിക്കകത്ത് സീൻ കാണുന്നത് പോലെ കർത്താവ് ഇതെല്ലാം ഒരുക്കി എൻ്റെ ചെവിയിൽ എന്നെ കേൾപ്പിക്കുക, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. എന്തിനാ ദൈവം എന്നോട് ഈ ഒരു എന്റെ ടെസ്റ്റിമണി ഇപ്പൊ ഇവിടെ പറയിപ്പിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവുള്ളിൽ അത് പറയാൻ പറഞ്ഞു. ആർക്കോ ഇത് കേൾക്കേണ്ടെന്ന് ആവശ്യമുണ്ട്. നിന്നോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ കുഞ്ഞെ, ആ വാഗ്ദത്തം നിവൃത്തിയാകാതെ നിന്റെ കണ്ണടയത്തില്ല. ഹല്ലേലൂയ. നീ ഇന്ന് പകൽക്കാലം വിചാരിക്കുന്നുണ്ട്, കർത്താവ് ഈ കാറ്റ് എന്ന് തീരും, ഈ മഴ എന്ന് തീരും, ഈ പെട്ടകം എവിടെയെങ്കിലും ചെന്നൊന്ന് ഉറയ്ക്കുമോ എന്ന് നീ വിചാരിക്കുന്നുണ്ട്.
നിങ്ങളോടാണ് ദൈവത്തിന്റെ ആലോചന. കർത്താവിന്റെ കാറ്റടിച്ചു കഴിയുമ്പോൾ ഈ പെട്ടകം ഉറയ്ക്കും കേട്ടോ. ഈ പെട്ടകം ഉറയ്ക്കും. ജൂഡരബറിബലബശന്തല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ കാറ്റടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കാറ്റടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കാറ്റ് കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ, ആരോഗ്യത്തിന്റെ മേൽ, ഹല്ലേലൂയ, സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കാറ്റടിക്കട്ടെ. ദൈവം ചിലതിനെ ഉറപ്പിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അടിച്ച അതേ കാറ്റ് ഇവിടെ അടിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. പുറപ്പാട് പുസ്തകം 14 അധ്യായം അതിന്റെ 21 വാക്യം വായിച്ചേ. പുറപ്പാട് പുസ്തകം 14 അധ്യായം അതിന്റെ 21 വാക്യം. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. മിസ്രയീമ്യർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം 14:21 സിസ്റ്ററെ? 14:21 കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. നോക്കിക്കേ, അതേ വാക്ക് അതേ പദമാണ് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നേ? മോശ കടലിൽ കൈനീട്ടിയപ്പോൾ എന്തോ ചെയ്തു? യഹോവ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ്, ഇതേ വാക്കാണ്, ഇതേ വാക്കാണ് പെന്തക്കോസ്ത് പെരുന്നാളിൽ കൂടിയിരുന്നപ്പോൾ അടിച്ച കാറ്റ്. അതേ കാറ്റാണ് ഇസ്രയേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിന്റെ അരികിൽ കടന്നെത്തി അവിടെ നിന്ന് ജനം പറയുക, അയ്യോ, ഈ വെള്ളത്തിൽ മുക്കിക്കളയാനാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിറുപിറുത്തപ്പോൾ മോശ എന്തോ ഇതെന്ന് എഴുതിയേക്കുന്നേ? മോശ തന്റെ കൈ ഒന്ന് അങ്ങോട്ട് നീട്ടി. മോശ കൈ നീട്ടിയപ്പോൾ എന്തോ സംഭവിച്ചു? ഒരു കിഴക്കൻ കാറ്റ്, മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് യഹോവ അടുപ്പിച്ചു. പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെ പറയുക? വിശ്വാസത്താൽ കുഞ്ഞെ ചില കൈകൾ നീട്ടിക്കേ. വിശ്വാസത്താൽ നിന്റെ കരങ്ങളൊന്ന് വെച്ചേ. വിശ്വാസത്താൽ ഹല്ലേലൂയ, അസുഖമുള്ളിടത്ത് നിന്റെ കരങ്ങൾ വെച്ച്, മറ്റാരുടെയും കരങ്ങൾ വെക്കണ്ട. എങ്ങും ഓടിപ്പോകണ്ട, എങ്ങും നേർച്ച കാഴ്ച കഴിക്കണ്ട, നീ മുട്ടേ നീന്തണ്ട. നീ നിന്റെ കൈ ഒന്ന് നീട്ടി. മോശയൊന്ന് കൈ നീട്ടിയതേ ഉള്ളൂ. എന്തോ ചെയ്തു? സ്വർഗത്തിൽ നിന്നൊരു കിഴക്കൻ കാറ്റടിപ്പിച്ചു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിശ്വാസത്തോടുകൂടെ ഈ ലൈനിലുള്ള ചിലര് നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ നിങ്ങളുടെ കരങ്ങളെ നീട്ടുമ്പോൾ സ്വർഗത്തിന്റെ കിഴക്കൻ കാറ്റടിപ്പിച്ച് യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രയേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. നീ മുമ്പൊരിക്കലും കടന്നുപോയിട്ടില്ലാത്ത ചില വഴികളിലൂടെ, നീ മുമ്പെങ്കും കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം. അന്ന് വരെ ഇസ്രയേൽ മക്കൾ ഇങ്ങനെ ഒരു അത്ഭുതം കണ്ടിട്ടില്ല. അന്ന് വരെ ആ ജനം ഇങ്ങനെ ഒരു ദൈവപ്രവൃത്തി കണ്ടിട്ടില്ല. അന്ന് വരെ ആരും ഹല്ലേലൂയ കടല് രണ്ടാകുന്നത്, വിഭാഗിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഇതിന്റെ എല്ലാം തുടക്കം എവിടെയാ? മോശ കൈ നീട്ടുന്നു, കാറ്റടിക്കുന്നു, കടൽ രണ്ടാകുന്നു, ജനം ഉണങ്ങിയ നിലത്തൂടെ നടക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുക, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ വെയിറ്റ് ചെയ്തിരിക്കുന്നേ? വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ കരങ്ങൾ നീട്ടി തുടങ്ങിക്കേ. വിശ്വാസത്തോടുകൂടി. നിങ്ങളുടെ കരങ്ങൾക്ക് ശക്തിയുണ്ട്, നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ ഒന്ന് കൈനീട്ടി തുടങ്ങിക്കേ. ദൈവവേദലേ, നമുക്ക് വേണ്ടി ദൈവം ചിലതിനെ വിഭാപിക്കാൻ തുടങ്ങുക. ദൈവം ചിലതിനെ വെട്ടിപ്പൊളിക്കാൻ തുടങ്ങുക. ദൈവം ചിലതിനെ വേർപിരിക്കാൻ തുടങ്ങുക. ഇനി നീ ഈ വെള്ളത്തിനകത്ത് നീ മുങ്ങിച്ചാകുമെന്ന് തോന്നുന്നിടത്ത് ഹല്ലേലൂയ ഉണങ്ങിയ നിലത്തുകൂടെ നിന്നെ അക്കരെ കടത്തി. എഴുതിയിരിക്കുക, മിര്യാമും കൂട്ടരും തപ്പെടുത്താർത്തതുപോലെ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിന്റെയും സന്തോഷത്തിന്റെയും ഉല്ലാസഘോഷങ്ങളുണ്ട്. എന്റെ വീടിനകത്തു നിന്നൊരു സന്തോഷം ഉയരുമാറ് നീ കടന്നു പോയിട്ടില്ലാത്ത ചില പാതകളിലൂടെ നിന്നെ അപ്പുറം കൊണ്ടുവന്ന് നടത്തുന്ന എപ്പോ എന്താണെന്നറിയാമോ? വിശ്വാസത്തോടുകൂടെ നിന്റെ കരം നീട്ടുമ്പോൾ. ഒന്ന്, നോഹയെയും കുടുംബത്തെയും ദൈവം ഓർത്തപ്പോൾ ദൈവം ഒരു കാറ്റടിച്ചു. വിശ്വാസത്താൽ മോശ തന്റെ കൈ നീട്ടിയപ്പോൾ ഒരു കിഴക്കൻ കാറ്റടിച്ചു. ഹല്ലേലൂയ. ഇനിയും അടുത്തത് അതിന്റെ തൊട്ടടുത്ത വാക്യം 15-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ചേ. 15-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം.
നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം ഉം. കുന്നിച്ചുകൂടി, ആ പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു, ആ ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. അടുത്ത് വായിച്ചു, 9ഉം 10ഉം കൂടെ വായിച്ചു. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. അടുത്ത വാക്യം. നിന്റെ നിന്റെ കാറ്റിനെ നീ ഊതിച്ചു, കടൽ അവരെ ഉം, മൂടി. അവർ ഉം. ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നോക്കിക്കേ, എങ്ങനെയാ ഈയം പോലെ, ഈയക്കട്ടി വെള്ളത്തിൽ താണു പോകുന്നത് പോലെ ആര് താണുപോയി? ശത്രുവായവൻ, മിസ്രയീം സൈന്യം മുഴുവൻ താണുപോയി. എന്തോ ചെയ്തപ്പോ? നിന്റെ കാറ്റിനെ നീ ഊതിച്ചു, നിന്റെ കാറ്റിനെ നീ ഊതിച്ചു, കടൽ അവരെ മൂടിക്കളഞ്ഞു. നോക്കിക്കേ, ഒരു കാറ്റടിച്ചപ്പോ ഈ കടല് തുറന്നു, ഈ കടല് രണ്ടായി. അടുത്ത കാറ്റടിച്ചപ്പോ ഈ കടല് വീണ്ടും ഒരുമിച്ച് കൂടി, ഇത് മുഴുവൻ താന്നുപോയി. ഇനിയും 8ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ മൂക്കിലെ ശ്വാസത്താൽ. ഇപ്പൊ ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞേ 3 പദങ്ങൾ: കാറ്റ്, ആത്മാവ്, ശ്വാസം. ഇതെല്ലാം ഒരേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഒരേ കാര്യമാണ്. അവിടെ എഴുതിയിരിക്കുക, നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു, ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. അടുത്ത വാക്യങ്ങൾ എഴുതിയിരിക്കുക, ഞാൻ പിന്തുടരും. ആരാ പറയുന്നേ? ശത്രു പറയുക. ഇന്ന് പലരും ഇതിനകത്ത് പേടിച്ചിരിപ്പുണ്ട്. കാരണം ചിലരുടെ ചെവിയിലൊക്കെ കിടക്കുന്ന വാക്കുകൾ ഇതാ: ഹല്ലേലൂയ, ഞാൻ നിന്നെ പിടിക്കും, ഞാൻ നിന്നെ പിന്തുടരും. ഹല്ലേലൂയ. ഈ വാക്കുകളാ നമ്മുടെ ചെവി കേൾക്കുന്നത്. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും, ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ആര് പറഞ്ഞു? ശത്രു പറഞ്ഞു. പക്ഷേ ഈ ശത്രു ഇതൊക്കെ പറയുമ്പോ എന്തോ ചെയ്യണം? നാം പറയണം, കർത്താവേ, നീ നിന്റെ കാറ്റിനെ ഒന്ന് ഊതിച്ചു കഴിയുമ്പോൾ, കർത്താവേ, നീ നിന്റെ ശ്വാസം ഒന്ന് ഊതി കഴിയുമ്പോൾ എന്തോ ചെയ്യും? ഈ കടൽ, അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യണ്ട, ഞാൻ തിരിച്ചൊന്നും ചെയ്യേണ്ടെന്ന കാര്യമില്ല, ഒരു വാക്ക് പോലും ഞാൻ തിരിച്ചു പറയേണ്ട കാര്യമില്ല. എന്നെ പിന്തുടരുന്നവരോട് ഞാൻ മറിച്ചൊന്നും പറയണ്ട, അവരോട് ഞാൻ പ്രതികരിക്കേണ്ടുന്ന ആവശ്യമില്ല. ഹല്ലേലൂയ. ശത്രുവിന് പുറകെ ഞാൻ ഓടേണ്ടുന്ന കാര്യമില്ല. ഞാൻ ഒന്നു മാത്രം ചെയ്യും, വിശ്വാസത്താൽ എന്റെ കരങ്ങളെ ഉയർത്തും, സന്ധ്യായാഗമായി ഞാൻ നിന്നെ സ്തുതിക്കും, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിക്ക് വേണ്ടി ഞാൻ ഈ ദിവസങ്ങളിൽ കാത്തിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, കുഞ്ഞെ, ശത്രുവായവൻ നിന്നെ പിന്തുടർന്നു വരട്ടെ, അവൻ നിന്നെ പിടിക്കുമെന്ന് പറയട്ടെ, അവൻ നിന്നെ കൊന്നുകളയുമെന്ന് പറയട്ടെ, അവന്റെ വാളൂരട്ടെ, അവന്റെ കയ്യാൽ നിഗ്രഹിക്കുമെന്ന് പറയട്ടെ. ഈ ദിവസങ്ങളിൽ നാം വിശ്വാസത്തോട് പറയണം, ശത്രുവിനെ ഈയം പോലെ വെള്ളത്തിൽ മുക്കിക്കളയുന്ന ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ശത്രുവിന്റെ തന്ത്രങ്ങളെ വെള്ളത്തിൽ മുക്കിക്കളയുവാൻ ശക്തിയുള്ളതെന്ന് വിശ്വസിച്ച് ദൈവത്തിന്റെ കാറ്റടിച്ചു കഴിയുമ്പോൾ, ഇതിനകത്തൊക്കെ ചിലരൊക്കെ ഈ ചില വാക്കുകൾ കേട്ട്, പിശാചിന്റെ വാക്കുകൾ കേട്ട് പേടിച്ചേരണ്ട് നാം ഹല്ലേലൂയ വിശ്വാസം എല്ലാം പോയി ഇരിക്കുകയാ. ഈ ദിവസങ്ങളിൽ പറയണം, ദൈവത്തെ എനിക്കൊരു കാറ്റ് മതി, എന്റെ യേശു അപ്പന്റെ ഒരു കാറ്റടിച്ചാൽ മതി, എന്റെ കർത്താവിന്റെ ഒരു കാറ്റ് മതി, അവന്റെ ഒരു മൃദു സ്പർശനം മതി എന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ. ഹല്ലേലൂയ. അവൻ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. നമ്മെ ഒരു സൈന്യമാക്കി എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. ഞാൻ ഒരു ഭാഗം കൂടെ വായിച്ച് മെസ്സേജ് അവസാനിപ്പിക്കാം. എസ്കേൽ പ്രവചനത്തിന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം. ഹെസ്കേൽ പ്രവചനത്തിന്റെ പുസ്തകം 37, അതിന്റെ 8-9 വാക്യങ്ങൾ വായിച്ചേ. ഹെസ്കേൽ പ്രവചനത്തിന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്കു പൊതിഞ്ഞതും കണ്ടു, എന്നാൽ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. അതേ വാക്ക് തന്നെയാണ് കാറ്റ്, ശ്വാസം, അതേ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഹെസ്കേൽ പ്രവാചകനോട് അസ്ഥി താഴ്വരയിൽ കൊണ്ട് നിർത്തിയിട്ട് പ്രവാചകനോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചപ്പോ
പ്രവാചകൻ പറഞ്ഞ് എനിക്കറിയത്തില്ല യഹോവേ നീ അറിയുന്നു എന്ന് പറഞ്ഞപ്പോ ദൈവം പറയുകയാണ്, അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്ക, മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടുന്നത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ നീ 4 കാറ്റുകളിലും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ഈ ദിവസങ്ങളിൽ ഈ ശ്വാസം നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ, ഈ കാറ്റ് നമ്മുടെ മേൽ അടിച്ചു കഴിയുമ്പോൾ, 4 ദിക്കിൽ നിന്നും ഈ കാറ്റ് നമ്മുടെ മേൽ അടിച്ചു കഴിയുമ്പോൾ, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ, നോക്കിയേ, മോശ തന്റെ കൈ നീട്ടിയപ്പോൾ, നോഹെ ദൈവം ഓർത്തപ്പോൾ, യെഹെസ്കേൽ പ്രവചിക്കുവാൻ തുടങ്ങിയപ്പോൾ, നിന്റെ പ്രതിസന്ധിയെ നോക്കി പ്രവചിച്ചേ ദൈവവൈതലേ, യഹോവയുടെ കാറ്റടിക്കാൻ പോവുക, യഹോവയുടെ ശ്വാസം നിന്റെ പ്രതിസന്ധിയുടെ മേൽ വീഴാൻ പോവുക. ഹല്ലേലൂയ. അവിടെ അസ്ഥിയോട് ബന്ധം വിട്ട്, ഹല്ലേലൂയ, ഒരു ബന്ധവും ഇല്ലാതിരുന്ന കിടന്നിടത്ത് അതിനെ ഒരുമിപ്പിച്ച ദൈവത്തിന്റെ കരങ്ങൾ. മടങ്ങി വരാം അപ്പോസ്തല പ്രവൃത്തി 2 മടങ്ങി വരുമ്പോൾ ഈ കാറ്റാണ് അപ്പോസ്തല പ്രവൃത്തി 2 അടിച്ചത്. ഈ കാറ്റ്, ഏത് കാറ്റ്? ഭൂമി പാഴും ശൂന്യമായിരുന്നപ്പോൾ അതിന്റെ മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ്, മനുഷ്യനെ ദേഹിയായി എഴുന്നേൽപ്പിച്ച, മനുഷ്യന്റെ മേൽ ശ്വാസമൂതിയ അതേ ശ്വാസം, നോഹയുടെ പെട്ടകത്തിന്റെ മേൽ അടിച്ച അതേ കാറ്റ്, ഹല്ലേലൂയ, ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുമ്പിൽ വന്നപ്പോ ചെങ്കടലിനെ വിഭാഗിക്കുവാൻ അടിച്ച അതേ കിഴക്കൻ കാറ്റ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശ്വാസം ഊതിയപ്പോൾ വെള്ളം 2 ചിറയായി നിന്നു. അതേ ദൈവത്തിന്റെ കാറ്റടിച്ചപ്പോൾ ശത്രുവിനെ ഈയം പോലെ വെള്ളത്തിൽ മുക്കിക്കളഞ്ഞ അതേ കാറ്റ് ഈ 120 പേരുടെ മേൽ അടിച്ചപ്പോൾ അവരുടെ മേൽ അഗ്നിനാവുകൾ പിളരുന്നത് പോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അന്യഭാഷകളിൽ നാം സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം ആത്മാവിന്റെ മർമ്മങ്ങളെ സംസാരിക്കുമ്പോൾ, നാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ, സഭ ആരാധനകളിൽ ഈ കാറ്റടിക്കണം. ഈ കാറ്റ് നിന്നുപോയി. ഇപ്പൊ എന്തോ മാത്രമാണെന്നറിയോ, ഒരു പുക പോലെ ഉള്ളൂ, ഒന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പൊതിഞ്ഞ് നിറയുന്നുണ്ട്, അല്ലാതെ കാര്യമായ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇന്ന് രാത്രികാലം ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഈ കാറ്റ് എന്റെ മേലൊന്നടിക്കണം. കാറ്റടിച്ചു കഴിയുമ്പോ ഹല്ലേലൂയ, ശക്തന്മാരായി തീരുവാൻ, ശക്തന്മാരെ നോക്കിക്കേ, പേടിച്ചരണ്ട് ആ മുറിക്കകത്തിരുന്ന 120 പേരുടെ മേൽ ഈ കാറ്റടിച്ചപ്പോൾ, ഹല്ലേലൂയ, യെഹെസ്കേൽ പ്രവചിച്ചപ്പോൾ 4 ദിക്കിൽ നിന്ന് ഒരു ശ്വാസമായി ഈ അസ്ഥികളുടെ മേൽ വന്നു പതിഞ്ഞ അതേ ശ്വാസം, അതേ കാറ്റ് ഈ 120 പേരുടെ മേൽ അടിച്ചെങ്കിൽ, ഇന്ന് ലോകം മുഴുവൻ ക്രിസ്ത്യാനിത്വം വളർന്നത് എവിടെ നിന്നാന്നറിയാമോ? ആ മാളിക മുറിയിൽ അടിച്ച ഒരു കാറ്റ. ഇന്ന് പകൽക്കാലം പറയട്ടെ, നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഈ ഒറ്റ അടിക്കുന്ന ഒരു കാറ്റ് മതി, ഹല്ലേലൂയ, ഇതിനകത്തിരിക്കുന്ന പലരും, ഹല്ലേലൂയ, രോഗരാജ്യങ്ങളെ മാറ്റും. നമ്മുടെ തലമുറകൾ, ഹല്ലേലൂയ, അപ്പോസ്തോലന്മാരായി മാറും. അവർ, ഹല്ലേലൂയ, രാജ്യങ്ങളെ പിടിച്ചു കുലുക്കുന്നവരായി തീരും. അവർക്ക് എത്തിച്ചേരുവാൻ കഴിയാത്തടത്ത് എത്തിച്ചേരുവാൻ ഇടയാക്കി തീരും. ഒറ്റ കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി, നമ്മുടെ തലമുറകൾ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകുന്നതിനൊക്കെ അപ്പുറത്ത് അവരാകണം. പക്ഷെ പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്റെ ഈ കാറ്റ് ഞങ്ങളുടെ തലമുറകളുടെ മേലൊന്ന് അടിക്കണം. നിന്റെ കാറ്റ് ഞങ്ങളുടെ സഭ മേൽ അടിക്കണം. നിന്റെ കാറ്റ് ഞങ്ങളുടെ കൂട്ടായ്മകളുടെ മേൽ അടിക്കണം. നിന്റെ കാറ്റ്, കർത്താവേ, ഞങ്ങളുടെ ശത്രുവിനെ ഈയം പോലെ വെള്ളത്തിൽ മുക്കിക്കളയുന്ന, ഹല്ലേലൂയ, ശത്രുവിന്റെ എല്ലാ തീയമ്പുകളെയും കെടുത്തണം. ഇങ്ങനെ ഈ കാറ്റടിച്ചവരാണ് പിന്നീട് എഴുതിയിരിക്കുക, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അവർ ഹല്ലേലൂയ കൂട്ടായ്മ ആചരിച്ചു, അവർ അപ്പം നുറുക്കി, അവർ പ്രാർത്ഥന കഴിച്ചു പോന്നു, അവരെല്ലാവരും പൊതുവകയെന്നെണ്ണി അവർ ഒരുമിച്ച് കൂടിയിരുന്നു. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ഹല്ലേലൂയ, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ ഒറ്റ മീറ്റിംഗിൽ 3000 പേർ സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുക, 2:47 എഴുതിയിരിക്കുകയാണ്, ദിനം പ്രതി ആൾക്കാർ സഭയോട് ചേർന്നുകൊണ്ടിരുന്നു.
മൾട്ടിപ്ലൈ ചെയ്യുക, വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ഒരു വർധനവ്. ഹല്ലേലൂയ. ആത്മാക്കളുടെ ഒരു പെരുക്കം, ആത്മാവിന്റെ ഒരു വലിയ കൊയ്ത്ത്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുക. മുന്നോട്ട് മുന്നോട്ട് നോക്കുമ്പോൾ പത്രോസും യോഹന്നാനും മുടന്തനായ മനുഷ്യനെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. സന്നിധി സംഘത്തിന്റെ മുമ്പിൽ വളരെ ബോൾഡായിട്ട് അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നു. അത്ഭുതങ്ങളുടെ ഒരു തുടർമാനമായ സംഭവങ്ങൾ അവിടെ നടക്കുകയാ. എല്ലാം എവിടെ നിന്നാണെന്നറിയാമോ? ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ അടിച്ച കാറ്റ്. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറഞ്ഞേ, കർത്താവേ, ആ കാറ്റ് എന്റെ മേലൊന്ന് അടിക്കണമേ, ആ കാറ്റ് എന്റെ മേലൊന്ന് അടിക്കണമേ. ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ പതിയട്ടെ. പത്രോസിനെ, മുക്കുവനായ പത്രോസിനെ മാറ്റിയത്, അന്ത്രയോസിനെ മാറ്റിയത്, ഫിലിപ്പോസിനെ മാറ്റിയത് ഈ ദൈവത്തിന്റെ കാറ്റ, ഈ ദൈവത്തിന്റെ ശക്തിയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ കാറ്റ് നമ്മുടെ മേലൊന്ന് അടിച്ചു കഴിയുമ്പോൾ, ആ കാറ്റ് നമ്മുടെ കുടുംബങ്ങളുടെ മേൽ പതിഞ്ഞു കഴിയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. കുടുംബങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക, നാം പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ ചില കാറ്റ്, ദൈവത്തിന്റെ കൊടിയ കാറ്റ് ചില കുടുംബങ്ങളുടെ മേൽ വന്നു വീഴുക, ചില കൊടിയ കാറ്റ് ചിലരുടെ വിഷയങ്ങളുടെ മേൽ വന്ന് ആഞ്ഞടിക്കുക. ഹല്ലേലൂയ. ഉറപ്പില്ലാതെ അസ്ഥിരമായി കിടക്കുന്ന ചില വിഷയങ്ങളെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കാറ്റ് ഉറപ്പിക്കുകയാ. ചെങ്കടലിന്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന ചില കുടുംബങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങളോട് ദൈവത്തിന് ആത്മാവ് ഓർപ്പിക്കുക, കുഞ്ഞ് വിശ്വാസത്തോട് കൈ നീട്ടിക്ക്, വിശ്വാസത്തോടുകൂടെ സ്റ്റെപ്പ് എടുത്ത് വെച്ച്, വിശ്വാസത്തോടുകൂടെ ചെയ്യാനുള്ള അടുത്ത കാര്യം നീ ചെയ്ത്. അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ചെങ്കടലിനെ തുറക്കുന്ന ഒരു കിഴക്കൻ കാറ്റ് സ്വർഗത്തിലെ ദൈവം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരു കിഴക്കൻ കാറ്റ് ദൈവം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ, നിനക്ക് വേണ്ടി അടിക്കുന്ന ഒരു കിഴക്കൻ കാറ്റുണ്ട്. ഉണങ്ങി വറ്റി വരണ്ട് കിടക്കുന്ന അസ്ഥിത്താഴ്വരയുടെ മേൽ അടിക്കുന്ന ഒരു കാറ്റുണ്ട്. നിന്റെ ജീവിതം എത്ര ഉണങ്ങി വറ്റി വരേണ്ടതായിക്കൊള്ളട്ടെ, അതിന്റെ മേലടിക്കുന്ന ഒരു കാറ്റുണ്ട്. ഇന്ന് പകൽക്കാലം എനിക്ക് ധൈര്യത്തോടെ പറയാൻ ഒന്നേ ഉള്ളൂ, ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കല്ല. കഴിഞ്ഞ 20 വർഷക്കാലം ഞങ്ങൾ ഈ ദേശത്ത് നിർത്തി. കഴിഞ്ഞ ഹല്ലേലൂയ 10 വർഷത്തിൽ പരമായി ശുശ്രൂഷയിൽ നിൽപ്പാൻ ദൈവം സഹായിച്ചു. കർത്താവിന്റെ ഈ കാറ്റ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. പലപ്പോഴും തകർന്നു പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായി പോകുമെന്ന് വിചാരിച്ചിരുന്നിടത്ത് കർത്താവിന്റെ കാറ്റ് അടുപ്പിച്ച് ഹല്ലേലൂയ, ചില കാറ്റ് അടുപ്പിച്ച് നമ്മളെ ഓരോരുത്തർക്ക് ഒതുക്കുന്നത് പോലെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ എത്തേണ്ടുന്ന സ്ഥലത്ത് കൊണ്ടെത്തിച്ച് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് നടത്തിയൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. രാത്രികാലം ഭാരപ്പെടേണ്ട ദൈവത്തിലെ ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സ്വർഗത്തിന്റെ കാറ്റുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരുമിച്ചൊന്ന് കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് കുടുംബങ്ങൾ ഒന്നാകട്ടെ, മനസ്സുകൾ ഒന്നാകട്ടെ, സഭകൾ ഒന്നാകട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ചിരുന്ന് ഐക്യമത്യതയോടെ പ്രാർത്ഥിക്കുമ്പോൾ മർക്കോസിന്റെ മാളിക മുറിയിൽ അടിച്ച കാറ്റ് ഈ ദിവസങ്ങളിൽ കുടുംബങ്ങളുടെ അകത്തടിക്കും, സഭകളുടെ അകത്തടിക്കും. നിന്റെ വിഷയങ്ങളെ ദൈവം പരിഹാരം കണ്ടെത്തും. ഒന്ന് മാത്രം ചെയ്യണം, ദൈവം നമ്മെ ഓർക്കണം. ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ആചരണമില്ലാതെ ഒരു പെന്തക്കോസ്തില്ല. ഈ കാറ്റടിക്കണമെങ്കിൽ ഒരു പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ വേണം കേട്ടോ. ഈ കാറ്റടിക്കണമെങ്കിൽ ഒരു പെസഹ പെരുന്നാൾ വേണം. ഹല്ലേലൂയ. ചുമ്മാതെ അല്ലെങ്കിൽ ഇഡ്ഡലിക്കുട്ടകത്തിൽ ഒരു അപ്പം ഉണ്ടാക്കി കുരിശ് വരച്ചാൽ ഹല്ലേലൂയ, ഈ കാറ്റടിക്കത്തില്ല. ദിവസങ്ങളിൽ കാറ്റടിക്കണോ, ഒരു വേർപാട് വേണം. അല്ലെങ്കിൽ ഈ കാറ്റടിക്കണോ, അല്ലെങ്കിൽ ഒരു ക്രൂശിന്റെ അനുഭവം വേണം. ഈ കാറ്റടിക്കണോ, ആദ്യ ഫലമായി നമുക്കുണ്ടായ ക്രിസ്തു എന്ന നീരാഞ്ജനക്കറ്റ അത് നീ കരങ്ങളിൽ എടുക്കണം. കാത്തിരുന്നവരുടെ മേൽ പകർന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ കുടുംബങ്ങൾ മേലടിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നടത്തുന്ന ദാസിദാസിനെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം, ദൈവകൃപ കൊണ്ട് മൂടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവം മാനിക്കണം. ലൈനിലായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളുടെ മുഖത്തുള്ളവരുണ്ട്. ദൈവത്തിന്റെ കാറ്റടിപ്പിച്ച് അത്ഭുതകരമായ ദൈവം നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.